ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മാർച്ച് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ എന്തോ ഒരു പ്ലാനിങ് അത് സക്സസ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് വിജയിക്കാൻ പോകുകയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്നത്, ആ ഒരു കാര്യം 20 മാർച്ചിന് ശേഷം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 2025 നവംബർ തൊട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് എനിക്ക് ഈ ഒരു കാര്യം നടക്കണം ദൈവമേ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതും ചിന്തിക്കാനും തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാര്യം മാർച്ചിലാവുമ്പോൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നവംബർ മുതൽ തന്നെ ആ ഒരു കാര്യം ഡിലേയിലായിട്ടാണ് പോയത്. പല സമയങ്ങളിലും നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി ആ ദൈവം എന്നെ സ്റ്റക്കാക്കിപ്പിക്കുന്നതായിരിക്കാം, ഈ ഒരു കാര്യം കുറച്ച് സമയമെടുത്തായിരിക്കും നടക്കുക എന്നുള്ള രീതിയിൽ നിങ്ങളും ആശ്വസിച്ചു. പക്ഷേ ആ ഒരു കാര്യം മാർച്ചിലാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു ആവശ്യങ്ങളെല്ലാം മാർച്ച് മന്ത് നിങ്ങൾക്ക് പൂർത്തിയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിങ് ഇതായിട്ടുള്ള കാര്യങ്ങൾ മാർച്ചിലാണ് നടക്കാൻ പോകുന്നത്. ചില ആൾക്കാർ ആരോടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാർച്ച് മന്ത് നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഡീൽ ആയിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ ആരോടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിക്കൊള്ളട്ടെ, മാർച്ച് മന്ത് തന്നെ നടക്കും. കാരണം നിങ്ങൾക്ക് എന്തോ ഒരു യോഗം മാർച്ച് മന്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മോർണിംഗിൽ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കും ഉണരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും മാർച്ച് മാസം. അപ്പോൾ നിങ്ങൾക്ക് തലേദിവസം അറിയില്ലായിരിക്കാം ഇന്നതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ രാവിലെ എണീക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്തോ ഒരു സർവ്വസിദ്ധി യോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡിഫിക്കൽട്ടിൽ നിന്ന് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാർച്ച് മന്ത് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അത്രമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും തന്നെ വിചാരിക്കത്തില്ല നടക്കുമെന്ന്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാർച്ച് മന്ത് നടക്കും. അതായത് കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ആരും നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി വരും. അതായത് നിങ്ങൾ പോകുന്ന വഴിയിൽ ഓരോ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്താ ദൈവമേ ഇങ്ങനെ ഇവർ വീണ്ടും വീണ്ടും വന്ന് എൻ്റെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന്. പക്ഷേ മാർച്ച് മന്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ശല്യം നിങ്ങൾക്ക് കുറവായിട്ട് ഉണ്ടാകുകയുള്ളൂ. ഇവിടെ മാർച്ച് മന്ത് നിങ്ങൾ ബിസി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹെൽത്തൊക്കെ നല്ലതായിട്ട് നിങ്ങൾ എപ്പോഴും വർക്കിൽ ബിസി ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നിങ്ങളുടെ സംസാരം വളരെ മോശം രീതിയിലായിട്ടുണ്ട് എങ്കിൽ അവരുമായിട്ട് മാർച്ച് മന്ത് വീണ്ടും നിങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു കോൾ നിങ്ങൾക്ക് വരുന്നതായിട്ട്, നിങ്ങളോട് അവർ മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അവർ വീണ്ടും നിങ്ങളോട് സംബന്ധം വീണ്ടും വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. മാർച്ച് മന്തിൽ നിങ്ങൾക്ക് സൈൻ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. 111 222 ഈ നമ്പറൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. 1111 കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ തെറ്റായിട്ടാണോ നിങ്ങൾക്കത് വരുന്നത്, അതോ നല്ലതായിട്ടാണോ വരുന്നത് എന്നുള്ള ഒരു പേടിയുണ്ട്. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അപ്പോൾ ഇവിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നല്ലതായിട്ടാണ് വരുന്നത്, മോശമായിട്ടല്ല പോകുന്നത് എന്നാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കുക. കുറച്ച് കഫ് കോൾഡിൻ്റെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റുക. നിങ്ങൾ പാല് അടങ്ങിയ കൂടുതലായിട്ടുള്ള അതായത് ചായ അല്ലെങ്കിൽ കോഫി ഇല്ല എങ്കിൽ പാല് ചേർന്ന ഉൽപ്പന്നങ്ങളില്ലേ, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കഫം കൂടുതലായാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് പ്രശ്നം. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒന്ന് ഈ ഒരു കാര്യം, അതായത് കഫ് കോൾഡ് ആ ഒരു കാര്യം, പിന്നെ കുറച്ചൊരു ഓവർ തിങ്കിങ്, ഇത് ഇത്രയാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മതി.
നിങ്ങൾ ഒരിക്കലും വീട്ടിൽ ഡോക്ടറായി മാറരുത്. എന്ത് അസുഖം വന്നാലും ഡോക്ടറിനെ പോയി കണ്ട് ചികിത്സിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ വേറെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് സ്വയം ചികിത്സ വേണ്ട. പിന്നെ ഒരു കാര്യവും റിലേറ്റഡ് ആയിട്ട് തിടുക്കം വേണ്ട. എല്ലാം ശാന്തവും സമാധാനപരമായിട്ട് ചെയ്താൽ മതി. തിടുക്കം ഒരിക്കലും വേണ്ട. കാരണം തിടുക്കത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അത് നമുക്ക് ചിലപ്പോൾ മോശമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തിടുക്കം വേണ്ട ഒന്നിനും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തിയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ടെ എന്ത് കാര്യമാണോ ഇപ്പോൾ തടസ്സമായിട്ട് മോശമായിട്ട് ഇരിക്കുന്നത് അതിൽ ഒരു മാറ്റം, നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുകയാണ്. അവിടെ അതിനെ ശരിയാക്കാൻ എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. ഈശ്വരന് മാത്രമേ അതിനെ ശരിയാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈശ്വരൻ്റെ ആ ഒരു ഇടപെടലോട് കൂടി മാർച്ച് മന്ത് ആ ഒരു കാര്യം നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെ വിശ്വസിക്കും, ഇല്ല ഇതിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല, ഇതിങ്ങനെ തന്നെയാണ്, എത്ര ശ്രമിച്ചിട്ട് ഇതിലൊരു മാറ്റമില്ല. അങ്ങനെ നിങ്ങൾ കൈയൊഴിഞ്ഞ കാര്യങ്ങൾ പോലും മാർച്ച് മന്ത് നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകും. ആ ഒരു കണ്ടുമുട്ടൽ നിങ്ങൾക്ക് ഡെസ്റ്റിനാണ്. അതായത് ഇന്ന സമയത്ത് ഇന്ന ആളുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. അങ്ങനൊരു കണ്ടുമുട്ടൽ മാർച്ച് മന്തിൽ നിങ്ങൾക്കുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നേരെയാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മാർച്ച് മന്ത് നിങ്ങളൊരു മാനസികമായിട്ടുള്ള ഒരു ശാന്തി നിങ്ങൾക്ക് ഫീൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പരിവർത്തനം കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ചിന്താരീതി, സംസാര രീതി, വസ്ത്രധാരണ രീതി, അതിലെല്ലാം ഒരു പരിവർത്തനം മാർച്ച് മന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭിന്ന പ്രകാരമായിട്ടുള്ള ആ ഒരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് മാർച്ച് മന്ത് ഉണ്ടാവുന്നത്. നിങ്ങളുടെ എല്ലാ കാഴ്ചപ്പാടും, ഓരോ കാര്യങ്ങളുടെയും കാഴ്ചപ്പാട്, അതായത് മുന്നേ എന്തോ കാഴ്ചപ്പാടാണോ അത് ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം സന്തോഷമായിട്ടിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ക്ഷമാഭാവം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരോട് ക്ഷമിക്കും. അവരോട് ഒരു ദേഷ്യമോ വിദ്വേഷമോ വയ്ക്കത്തില്ല. ഇനി മാർച്ച് മന്ത് നിങ്ങൾക്ക് ദേഷ്യം വളരെ കുറച്ച് മാത്രമായിരിക്കും വരുന്നത്. ഒരു കാര്യം മാത്രമായിരിക്കും വളരെ മോശമായിട്ട് മാർച്ചിൽ പോകുന്ന, അത് നിങ്ങളുടെ തിടുക്കമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞു, ഒരു കാര്യത്തിനും പെട്ടെന്നുള്ള തിടുക്കം വേണ്ട. ഇവിടെ നിങ്ങൾ ആ ഒരു തിടുക്കം ഒരു സൈഡിൽ വച്ചിട്ട് എന്ത് കാര്യം ചെയ്താലും ആ ഒരു കാര്യം നല്ലതായിട്ട് വരുന്നതാണ്. എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാം നേരെയായിട്ട് തന്നെ നടക്കും എന്നുള്ള വിശ്വാസം മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദൈവങ്ങളോട് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വേണമെന്നാണ്. അപ്പോൾ അതേപോലെ ആ ഒരു മാർച്ച് മന്ത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സുഖവും ദൈവം തരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു തിടുക്കം മാത്രം നിങ്ങൾ മാറ്റിവെച്ചാൽ മതി. എന്തോ ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു കാര്യത്തിൻ്റെ കൺഫ്യൂഷൻ, ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ടെൻഷൻ വളരെ വലിയ രീതിയിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാർച്ച് മന്ത് കുട്ടികൾ കൂടുതലായിട്ടും നിങ്ങളുടെ കയ്യിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് ഒത്തിരി കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് മാർച്ച് മന്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ഒത്തിരി കുട്ടികളെ നിങ്ങൾ ഒരുമിച്ച് കാണുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട്, വീട്ടിൽ കുട്ടികൾ വന്ന് ആഹാരം കഴിക്കുന്നതായിട്ട് അതും കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ സഡനായിട്ട് നിങ്ങൾ ഗാർഡനിൽ പോകുമ്പോൾ കുറേ കുട്ടികളെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അടുത്ത് അവിടെ കടയുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ചോക്ലേറ്റോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ. ഇങ്ങനെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത്, ഒത്തിരി കുട്ടികളെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അത് സൗഭാഗ്യത്തിൻ്റെ ആ ഒരു പ്രതീകമാണ്. ഇങ്ങനെ ഈ ഒരു കുട്ടികളെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ മാർച്ച് മന്ത് വളരെ ശാന്തമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു സമാധാനം, ശാന്തി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, പിന്നെ നിങ്ങളുടെ ആരോഗ്യം നല്ലതാവുന്നതായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നഷ്ടം ആകുന്ന സ്ഥിതി വന്നിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ പല ചേഞ്ചസും ഉണ്ടാവുന്നതായിട്ട്, അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഉപദേശിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ പ്രഭാവശാലിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഉപദേശമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ജോത്സ്യനെ പോയി കാണുന്നതായിരിക്കാം, ജോത്സ്യൻ്റെ ഉപദേശമായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വ്യക്തി നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കാം. എന്തായാലും വളരെ പ്രഭാവശാലിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉപദേശം നിങ്ങൾക്ക് മാർച്ച് മന്ത് ലഭിക്കും. എവിടെയൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് നിങ്ങൾ ആരുമായിട്ട് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്താണോ സംസാരം ഉണ്ടാകുന്നത് അത് ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. അതായത് ഒരു വ്യക്തിയുടെ കൂടെ ഒരു സംസാരം നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു സംസാരത്തിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫ് ടേൺ ആകുന്നത്. വളരെ പെട്ടെന്ന് ലൈഫിൽ പരിവർത്തനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കണമെന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മാർച്ച് മന്ത്. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആധ്യാത്മികമായിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ മാർച്ച് മന്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സൈൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പക്ഷികളുടെ നെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു മാർച്ച് മന്ത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഇമേജ് ത്രൂ പക്ഷികളുടെ നെസ്റ്റ് കാണാൻ സാധിക്കും. അതായത് പക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഇല്ല എങ്കിൽ മൃഗങ്ങൾ തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതായിട്ട് അങ്ങനെയുള്ള വീഡിയോ ചിലപ്പോൾ കാണും. ഇതെല്ലാം കാണുന്നത് നല്ലതാണ്. നിങ്ങൾ മാർച്ച് മന്ത് പുറത്തുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഇടപെടാതെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ളവർ കൂടുതലായിട്ടും എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ട് പിന്നെ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ കൂടുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാർച്ച് മന്ത് അങ്ങനെ ഒരു സംരക്ഷണം, അതായത് പുറത്തുള്ളവർ കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഉള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. ഇനി വർക്ക് പ്ലേസിൽ നിങ്ങളെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആരും ഇനി അധികം നിങ്ങളെ ശല്യം ചെയ്യാൻ വരത്തില്ല മാർച്ച് മന്ത്. ഇനി ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വെളിയിലുള്ള ആഹാരം കുറച്ചൊന്ന് കുറയ്ക്കുക കഴിക്കുന്നത്. കൂടുതലും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഇവിടെ മാർച്ച് മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകും എന്നുള്ള ആ ഒരു ഇതും ഇവിടെ പറയുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ലാഭം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇതുകൂടാതെ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിട്ട്, അതായത് 1 രൂപയാണെങ്കിലും കളഞ്ഞ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മാർച്ച് മന്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ കളഞ്ഞ് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതായത് ക്യാഷ് നിങ്ങളുടെ കണ്ണിൽ കാണും, അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാണുന്ന പൈസ നിങ്ങൾ എടുക്കുകയും ചെയ്യും. നമ്പർ 3യുടെ ആ ഒരു എനർജി നിങ്ങളെ സ്വയം സുരക്ഷിതരാക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്താണോ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ, അത് മാർച്ച് 20-ന് ശേഷം ആ ഒരു സ്റ്റക്ക് മാറി നല്ല രീതിയിൽ മൂവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ ആ ഒരു വർക്കിൽ നിന്ന് മാറ്റരുത്. നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ വർക്കഹോളിക് ആവാൻ വേണ്ടി തയ്യാറായിക്കോളും. മാർച്ച് മന്ത് നിങ്ങൾ ബിസിയായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 2021 അല്ലെങ്കിൽ 2022 നിങ്ങൾക്ക് എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണ് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായത്, ആ ഒരു കാര്യം ഓർക്കുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അത്രമാത്രം വിഷമിച്ച സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവണമെന്ന്. പക്ഷേ ഇനി ഈ ഒരു മാർച്ച് 2026 നിങ്ങൾക്ക് അനുഭവിച്ച ആ ഒരു വിഷമത്തിലൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 3-4 വർഷമായിട്ട് നിങ്ങൾ എന്തോ ഒരു വിഷമം ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷമത്തിന് ഒരു അവസാനം നിങ്ങൾക്ക് ഈ ഒരു മാർച്ച് മന്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ 2021 വേദന 2026 മാർച്ചിൽ അവസാനിക്കുന്നതാണ്. ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ള കാര്യം ഈശ്വരന് മാത്രമേ അറിയാവുള്ളൂ. അത് ഒരു മിറാക്കിൾ പോലെയാണ്.
ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും രൂപത്തിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ കഠിനമായിട്ട് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒരു മിറാക്കിളിൻ്റെ രൂപത്തിൽ ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിൽ ചില മംഗള രേഖകളുണ്ട്. ആ ഒരു രേഖകൾ നമ്മളെ ചിലപ്പോൾ തോന്നും കൈ പിടിച്ച് ആരോ നമ്മളെ ജീവിതത്തിൽ നടത്തിപ്പിക്കും പോലെ. അങ്ങനെ ഉള്ള മംഗള രേഖകൾ നിങ്ങളുടെ കയ്യിലുമുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഊർജ്ജമാണ്. അതായത് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നിങ്ങളെ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആരോ നടത്തിക്കുന്നുണ്ട് കൈ പിടിച്ച് എന്ന്. ഇവിടെ ആരൊക്കെ നിങ്ങളെ ദ്രോഹിച്ചാലും ആ ഒരു ദ്രോഹമെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊരിക്കലും ഈശ്വരൻ മാപ്പ് കൊടുക്കാത്ത രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫീലാകുന്നുണ്ട്. എന്തോ വലിയൊരു കാര്യം മാർച്ചിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ അതെല്ലാം പൂർത്തിയാവുക തന്നെ ചെയ്യുന്നതാണ് ഓരോന്നായിട്ട്. മാർച്ചിൽ വേറൊരു സംഭവം കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ആ ഒരു സംസാരം, നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ടുള്ള ആ ഒരു സംസാരം നല്ല രീതിയിലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തി ആ രീതിയിലല്ലായിരിക്കും കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് മുന്നത്തെ പ്രാവശ്യം. പക്ഷേ മാർച്ച് മന്ത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് പറയുന്നത് അതേപോലെ ആയിരിക്കും അവർ എടുക്കുന്നത്, അല്ലാതെ വേറെ രീതിയിൽ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീരുകയും ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളാണോ ഉണ്ടായിരുന്നത് ആ ഒരു തെറ്റിദ്ധാരണകൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ആഹാരം കഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മാർച്ച് മന്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ വർക്കഹോളിക് ആയിരിക്കും. പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കഫ് കോൾഡ് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മാർച്ച് മന്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്രഹനില മറ്റൊരു വ്യക്തിയോട് കാണിച്ചിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു മാർച്ച് മന്ത് അല്ലെങ്കിൽ ഈ ഒരു വർഷം എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആൾക്കാരില്ലേ, അതായത് പൂർവ്വജന്മത്തിലുള്ള ആൾക്കാർ, അവരുടെ ആ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഉപായം നിങ്ങളോട് ചെയ്യാൻ ആ വ്യക്തി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മരിച്ചുപോയവരുടെ ആ ഒരു ആത്മാവിന് എന്തെങ്കിലും നല്ലത് ശാന്തി കിട്ടാൻ വേണ്ടി നിങ്ങളോട് എന്തെങ്കിലും ഉപായം ചെയ്യാൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളിൻ്റെ അടുത്ത് മാത്രം പോവുക നിങ്ങൾ. അതായത് ഈ വ്യക്തി എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ പറയുകയുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളടുത്ത് മാത്രം നിങ്ങളുടെ ഗ്രഹനിലയുമായിട്ട് പോവുക. ഇവിടെ പൂർവ്വജന്മത്തിലുള്ളവരെയും കാട്ടി മുകളിലുള്ള ആളാണ് നമ്മുടെ ദൈവം. പക്ഷേ ഊർജം ഒന്ന് തന്നെയാണ്. അവരുടെ ഊർജവും ദൈവത്തിൻ്റെ ഊർജം എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഊർജത്തിൻ്റെ ആ ഒരു സോഴ്സ് നമ്മൾ വ്യത്യസ്ത രൂപത്തിലാണ് കാണുന്നതും അറിയുന്നതും. ഇവിടെ ഇതിനു മുമ്പേ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് നിങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് ഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. അതായത് ഒരു വ്യക്തി പകുതി അറിവോടുകൂടി എന്തെങ്കിലും പറയും, നമ്മളത് കേട്ടിട്ട് ഓടിച്ചെന്ന് ആ ഒരു പൂജ ചെയ്യും. പൂജ ചെയ്തതിന് ശേഷം പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ആ പൂജയുടെ ഫലം നമുക്ക് നെഗറ്റീവായിട്ടാണ് ഭരിച്ചത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, എല്ലാത്തിന്മേൽ ഈശ്വരനാണ്. ഈശ്വരന് മാത്രം വിശ്വസിക്കുക. ഈശ്വരൻ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് വരണമെന്നേ ആഗ്രഹിക്കത്തുള്ളൂ. നമ്മുടെ യങ് സിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവ്വജന്മത്തിലുള്ളവർക്ക് ഓരോരുത്തരും ഓരോ സ്വഭാവമാണ്. ചിലർ നമ്മളോട് ദേഷ്യത്തിലായിരിക്കാം, ചിലർ നമ്മളോട് ശാന്ത സ്വഭാവത്തിലായിരിക്കാം. ചിലപ്പോൾ നമുക്കത് അറിയാൻ സാധിക്കത്തില്ല. മറ്റൊരു വ്യക്തി പറയുന്ന കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പൂജ ചെയ്യുമ്പോൾ ഇത്തിക്കൂടെ അവരുടെ ദേഷ്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്, സന്തോഷം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാനെന്ന്. ഇനി ആരും നിങ്ങളെ പേടിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല. മറിച്ച് എല്ലാവരുടെ ഹെൽപ്പായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിൽ ഉയർച്ചയും മാനസിക ശാന്തിയും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടി നല്ലത് ചെയ്യും, പക്ഷേ അത് നമുക്ക് ബാധിക്കുന്നത് നെഗറ്റീവായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്.
ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു തിടുക്കം ഉണ്ടാവുകയാണ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ എങ്കിൽ നിങ്ങൾ ആ ഒരു തിടുക്കം മാറ്റുക. നിങ്ങളുടെ വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് വിഷമം ഉണ്ടാകും. പക്ഷേ ഇത് ഒരു ഇലൂഷൻ, ഒരു ഭ്രമം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 246ൻ്റെ ആ ഒരു എനർജി പറയുന്നത് മാർച്ച് മന്ത് നിങ്ങൾ നല്ലതിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഗതി വളരെ നല്ലതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 246 അങ്ങനെയാണ് നമ്പർ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ട് പേടിക്കാനോ ഒന്നിനും പോവരുത്. കാരണം 1-2 ദിവസം ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ച് ചിന്തിച്ചിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ദൈവമേ ആവശ്യമില്ല 2 ദിവസം ഞാൻ ആവശ്യമില്ലാതെ ഓരോ ചിന്ത ചിന്തിച്ച് ഇരുന്നു, വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അങ്ങനെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ ആരോടും ഒരു വാഗ്വാദത്തിനും പോവരുത്. മാർച്ച് മന്ത് അങ്ങനെ ഉണ്ടാവത്തില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ ഒരു വാഗ്വാദത്തിന് നിങ്ങൾ പോവരുത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാർച്ചിൽ നല്ല ഒരു പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.